കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയസ് സെൻട്രൽ സ്കൂളിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. 2 മാസം നീണ്ടു നിൽക്കുന്നതാണ് സമ്മർ ക്യാമ്പ്. കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയസ് സെൻട്രൽ സ്കൂളിലാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പിന് തുടക്കമായത്. സൗത്ത് ഏഷ്യൻ ഷിഗയോഷി ഷോട്ടോക്കാൻ കരാട്ടെ നാഷണൽ ചീഫും സെക്രട്ടറി ജനറലുമായ ഹൻഷി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈൽ ആവശ്യമായി വരും. മൊബൈൽ കൂടിയ തീരും ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമീപത്ത് പോലും മൊബൈൽ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നതല്ല വേൾഡ് ഓർഗനൈസേഷൻ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾ അത് കഴിഞ്ഞിട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അരമണിക്കൂറാണ് സ്ക്രീൻ ടൈം. അരമണിക്കൂർ. പിന്നെ പറയുന്നു 18 വയസ്സ് ആരോഗ്യകരമായ സമയം പറയുന്നത്. സമയം നമുക്ക് എത്ര എടുക്കാം? ആരോഗ്യകരമായ സമയം. 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ തന്നെയാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവർക്ക് ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം 1 മണിക്കൂറാണ്. നമ്മളത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നമ്മൾ എത്ര ടൈമാണ് ഈ സ്ക്രീൻ ടൈമായിട്ട് പപ്പായ പപ്പായ ചിക്കു ഓറഞ്ച് ആപ്പിൾ ഫ്രൂട്ട് സാലഡ്. സ്കൂൾ ചെയർമാൻ ഡി ജോർജ് കാട്ടുത്തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡയറക്ടർ ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ക്യാമ്പിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീലക്ഷ്മി എസ് വിശദീകരിച്ചു. റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, കരാട്ടെ, നീന്തൽ, ജൂഡോ, ചെസ്, ഡാൻസ് ഫിറ്റ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ബാൻഡ് ട്രൂപ്പ്, ബ്രെയിൻ, ലൂയിസ് കാലിഗ്രാഫി എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. ശ്രേയ സന്തോഷ്, നന്ദിക അനിൽകുമാർ, പുഷ്പലത എം.എസ്., ജയശ്രീ എസ്, ഡയാന സിൽവസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. എപ്പോഴും ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽസിനെ കുറിച്ചാണ്. എപ്പോഴും ഈ സമ്മർ ക്യാമ്പിന്റെ മെയിൻ എന്റെ സംസാരം പറയുന്നത് സ്കിൽസ് എന്നുള്ളൊരു സാധനമാണ്. എന്റെ മുമ്പിൽ പേരൻസ്, പക്ഷേ എന്റെ 1450 പേരൻസിനോടും ഞാൻ എന്നും രാവിലെ വൈകിട്ടും എപ്പോ ആണെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം സ്കിൽ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും പഠിച്ച ആൾക്കാരാണ്. സ്കൂൾ പഠിച്ചു, കോളേജിൽ പഠിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇവിടെ എല്ലാം പഠിക്കുമ്പോഴും അവസാനം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് നോളജ് അല്ല, നമുക്ക് വേണ്ട സ്കിൽസ്, നമുക്ക് കഴിവുകളാണ് വേണ്ടത്, അല്ലേ? ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്കൽ യുഗത്തിൽ നമുക്ക് ഈ നോളജ് എന്നുള്ള കാര്യം പരീക്ഷയിൽ കാണാതെ ആൻസർ പേപ്പർ ഇതിനകത്ത് പരീക്ഷ എഴുതുക എന്നുള്ളത് പോലും അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മീനിങ് എന്നുള്ളത്. ആക്ച്വലി കുട്ടികൾക്ക് വേണ്ടത് സ്കിൽസ് ആണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.